ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്ലേസ് അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി കാര്യം പറയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയത്, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മാസം ഈ ഗപ്പി വളർത്തി അതിൽ നിന്നുണ്ടാക്കുന്നത് 60,000 രൂപ അടുപ്പിച്ചാണെന്ന് പറഞ്ഞാൽ ഒരു 54,000 58,000 അതാണ് അവന് ഈ ഒരു ഗപ്പി ഫീൽഡിൽ നിന്ന് മാത്രം കിട്ടുന്നത്. സോ അവനൊരു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് താല്പര്യമില്ല. സോ നമുക്ക് എങ്ങനെയാണ് അവൻ്റെ കുറച്ച് ഐഡിയാസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഫീഡ് കൊടുക്കുന്നത് കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് കാണിക്കും. ഓക്കെ, അതിൻ്റെ കൂടെയാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ഗപ്പീസിന് പോണ്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് അവൻ ചെയ്യുന്ന മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ അത്യാവശ്യം നിറച്ച് വെറൈറ്റീസ് ഓഫ് ഗപ്പീസ് ഉണ്ട്. അവൻ അതിന് നിറച്ച് വെറൈറ്റി അവൻ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഗപ്പിക്ക് മിനിമം ഒരു 3 ഫ്രിഡ്ജിൻ്റെ കേസ് ആ രീതിയിലാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ കണ്ടത് നമുക്കിതുപോലെ ബിഗ് ഇയർക്ക് അവൻ്റെ നിറച്ചുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണം വേണം ഒരുത്തിന്. ആ ഒരു രീതിയിൽ അവൻ ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരു ഡബിൽ നിന്ന് തന്നെ അവനിപ്പോൾ നമുക്കിപ്പോൾ സെയിലാവുമെന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ 50 പേരൊക്കെ വെച്ച് അവന് കാണും. 50 പേരെന്ന് പറയുമ്പോൾ നമുക്കതിന് അവന് മിനിമം ഒരു 50 വെച്ചൊക്കെ എക്സാമ്പിൾ പോയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഞാൻ എങ്ങനെയെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 5,000 രൂപ അടുപ്പിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോന്നിൽ നിന്നാണ് അത് മാറി വരുന്നത്. അപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് വെച്ച് കാണും. ഞാനിതിൽ യൂസ് ചെയ്യുന്ന ഫീഡ് പ്രിൻസ് വെയിനാണ്. പ്രിൻസ് വെയിൻ കാണിച്ചിട്ട് ഇങ്ങനെയാണ് പ്രിൻസ് വെയിൻ എന്ന് പറഞ്ഞ ഫുഡ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പലതരത്തിൽ അക്വേറിയം ഷോപ്പിൽ അവൈലബിൾ ആണ്. പ്രിൻസ് വെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കളർക്ക് അത്യാവശ്യം നല്ല കയറി വരും. പിന്നെ ഗപ്പിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് എടുക്കും. നമ്മൾ നോർമൽ ചില ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗപ്പി അത്രയും കഴിക്കാറില്ല. ബട്ട് ഇതെനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫീഡാണ്. കാരണം ഗപ്പീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഗപ്പീസിന് അത്യാവശ്യം അവർക്കൊരു നല്ലൊരു ഹാപ്പി മൈൻഡാണ്. കാരണം അവർ നല്ല രീതിയിൽ വന്ന് കഴിക്കാറുണ്ട്. സോ ഞാനിപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ കയ്യിൽ അവൻ മെയിനായിട്ട് ചെയ്യുന്ന എല്ലാം ഫ്രിഡ്ജിൻ്റെ കേസിലാണ്. ഞാനിപ്പോൾ കാണിച്ചില്ല ആ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന്. അതെനിക്കിപ്പോൾ അത് എങ്ങനെയാണെന്ന് അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. കാരണം ഫാം ജസ്റ്റ് ഞാൻ കൂടുതൽ ഹോൾസെയിൽ കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ അക്വേറിയം ഷോപ്പുകളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് അവൻ അങ്ങനെ പുറത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ കൂടുതൽ കടക്കാർ മേടിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചെയ്യുന്നതാണ്. സോ അപ്പോൾ അവൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഫ്രിഡ്ജ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്രിഡ്ജെല്ലാം അതിനെ അടുക്കി വെച്ചിരുന്നതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ടാണ് അവൻ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത്. അതിപ്പം ഇപ്പോൾ എക്സാമ്പിൾ നമ്മളതാ അവിടെ കാണിക്കുന്ന പോലെ അതിലിപ്പോൾ ഫുൾ റെഡാണെന്ന് വെച്ചോ. അപ്പോൾ ഫുൾ റെഡിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് ഒരു 10-15 പേർ ഒന്നിലിടുന്ന രീതിയിൽ വലിയ രീതിയിൽ അവൻ എന്തുണ്ടാക്കും, വലിയ രീതിയിലാണ് അവൻ അതിൻ്റെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുന്നത്. ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത് പറഞ്ഞ 2 എണ്ണത്തിൽ അതിൻ്റെ വേറെ സെക്ഷൻസാണ്. ആ സെക്ഷൻസ് തന്നെ നമുക്കിപ്പോൾ ഫുൾ റെഡൊക്കെ നിറച്ചെപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് സോ അവൻ അതിന് വേണ്ടി മാത്രം ഒരു 6 എണ്ണം അവൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സെക്ഷൻസായിട്ട് ഡെയിലി മൊയിനെ ഫീഡ് ചെയ്യും. അപ്പോൾ മൊയിന വൺ ഓഫ് ദി മെയിൻ തിങ് ആണ് നമ്മുടെ ഈ ഗപ്പീസ് നമ്മൾ ചെയ്യുമ്പോൾ. മൊയിന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മൊയിനയ്ക്ക് അത്രയും നമുക്ക് യൂസ്ഫുൾനെസ് ഉണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്ന അവസരത്തിൽ മൊയിനയ്ക്ക്. സോ അപ്പോൾ നിങ്ങൾ മൊയിന ഉറപ്പായിട്ട് ചൂസ് ചെയ്യുക. മൊയിന കൊടുക്കുന്നുണ്ടാകും പറയുന്നത് അതിൽ നമുക്ക് ഫുഡിൻ്റെ ചിലവ് ഒരു പരിധി വരെ അവന് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഫുഡാണ്, അവനും ഈ ഫുഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്. അപ്പം ആ ഒരു ഇതിൽ അവന് ചെയ്തു വരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം ഒരു 54-60 ആ റേഞ്ച് ഗപ്പീസിൽ നിന്ന് മാത്രം കിട്ടുകയാണ്. അതിപ്പോൾ ഈ ഫുഡും ബാക്കിയുള്ളത് പോയിട്ടാണ്. ഫുഡൊക്കെ നമ്മൾ അതൊക്കെ ലാഭം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഫുഡും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് അല്ല. അതുകൊണ്ടാണ് ഈ 60ൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞത്. ഒരു 54 ആ റേഞ്ച് ഒരു മാസമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവൻ സൈഡായിട്ടാണ് ചെയ്യുന്നത്. നോർമലി എപ്പോഴും ഇതിൽ ഇറങ്ങി നിന്നല്ല. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് ചെയ്താലുള്ളൊരു അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അതും അത്യാവശ്യം ഒരു നല്ലൊരു ഏണിങ്സാണ്. നമുക്കിപ്പോൾ അടുത്ത ഫീഡ് ഞാൻ കൊടുത്തു. നമ്മുടെ ഇത് എൻ്റെ കയ്യിലുള്ള മോസ്കോ ചോക്ലേറ്റ്. പിന്നെ ഇത് നമ്മുടെ ഡംബോ ബിഗർ. ഇത് നമ്മളിപ്പോൾ ഓഫറിന് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഓഫറിന് കൊടുക്കാൻ വേണ്ടി ഇതിൽ ആദ്യം ഇട്ടുന്ന ഫിഷ് എല്ലാം പോയി, അതെല്ലാം സെയിലായിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത ബാച്ച് കൊണ്ട് ഇട്ടതാണ്. അടുത്ത് നമ്മളിപ്പോൾ പാക്കിങ് നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ഞാൻ പാക്ക് ചെയ്യാൻ നേരത്തെ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിഷിനെ കുറച്ച് നമ്മൾ മാറ്റിയിട്ടിരുന്ന് സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, നമ്മളിതിൽ തന്നെ ഒരു കുഞ്ഞുമല്ല ആയോ, ഇത് ഫുൾ ബോഡി കളർ വരുന്നതാണ് അതിൽ കിടക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കിടപ്പുണ്ട് അടിയിൽ. കുഞ്ഞുങ്ങളെ നിന്ന് പിടിച്ച് മാറ്റണം. ഇത് നമ്മുടെ ബ്ലൂ പാണ്ടയാണ്. കണ്ട കുറച്ച് അത്യാവശ്യം കുറച്ച് കുഞ്ഞ് കിടക്കണേ ബ്ലൂ പാണ്ട. ഇനി നമുക്കിത് കുഞ്ഞ് പിടിച്ച് മാറ്റണം. ഇത് ബ്ലൂ പാണ്ടയാണ്. ബ്ലൂ പാണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കാരണം ഇത് കുറേ വർഷം ഒരിടത്തും കാണാനില്ലായിരുന്നു. ഇടയ്ക്ക് ആദ്യം ഒരു ടൈമിൽ ഗപ്പിയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ
ഈ മീനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും പോകുമായിരുന്നു, എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പെയറാണ് നമ്മുടെ ഈ ഇതിൻ്റെ നമ്മുടെ ബ്ലൂ പാണ്ഡെ. ഇപ്പോൾ അത് അത്ര ആരുടെയും കയ്യിലില്ല, അതാണ് ഒരു മെയിൻ റീസൺ അത് ഞാൻ എടുത്തിടാൻ കാരണം. ഇത് ബ്രീഡിങ് പെയറിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഡംബോ ബിഗ് ഗിയർ. ഇനി ഇതിലേത് ബിഗ് ഗിയർ? ഇതിൽ മിക്സഡാണ്. ഓക്കെ, ഓ മിക്സഡും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കണം കേട്ടോ. വാ ഫുഡ് കഴിച്ച് മിക്സഡ് അത്യാവശ്യം ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് മിക്സ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ നമ്മളിലെ പലതരത്തിലുള്ള ഫിഷസ് ഒക്കെ ഉണ്ട്. സ്ട്രോബെറി വെച്ച് കാശി നിൽപ്പുണ്ട്. സ്ട്രോബെറി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം. സ്ട്രോബെറി പ്ലാന്റ്സ് ചെയ്യാം. ഇവിടെ പോയി സ്ട്രോബെറി അതിൽ വിളിച്ചിട്ടുണ്ട് സ്ട്രോബെറി. പിന്നെ നമ്മളിലെ ഞാൻ പറഞ്ഞ പല വെറൈറ്റീസ് നമ്മളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ റെഡ്, പിന്നെ നമ്മുടെ ഏറ്റവും റേറ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുന്നത് പെയർ ഇത് 50-നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ ഹാഫ് ഗോൾഡാണ്. ഇത് നമ്മുടെ ഇത് വന്നിട്ട് ഗ്രീൻ മൊസാക്കാണ്. ഇതടുത്ത് വേറൊരു വെറൈറ്റി. എന്താ ഫീഡ് കൊടുക്കുമ്പോൾ വന്ന് കഴിക്കണം. ഇതൊക്കെ ഈ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ മീൻ വളർത്തുന്നതിന്. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് അല്ല ഞാൻ മെയിനായിട്ട് ഇത് നോക്കുന്നത്. മീനെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ പ്ലാന്റ് ആണെങ്കിൽ ഫുഡ് കൊടുത്താൽ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ പ്ലാന്റിന്. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് എൻ്റെ മാത്രമുള്ളൊരു വെറൈറ്റിയാണ്. ഞാൻ ഒരു പുതിയൊരു മീൻ ക്രോസ് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു പുതിയൊരു സ്ട്രെയിൻ കീപ്പ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് 2 ഇറങ്ങുന്നുണ്ട്. അതിന് സ്റ്റേബിൾ ആക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ ഫീഡ് കൊടുത്തു ദേവന്മാർ. പിന്നെ വേറെ ഇപ്പോൾ അത്യാവശ്യം ബൾക്ക് സ്റ്റോക്ക് ആകുമ്പോൾ ഇപ്പോൾ ആയി വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പേര് ഓക്കെ, ഈ ബൾക്ക് ആയി വരുന്ന ക്വാണ്ടിറ്റി ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ബ്ലൂ ആണ്. ഹാഫ് ബ്ലൂ കാണാൻ വിശ്വസിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർ ഇറങ്ങിയ സാധനമാണ്. പിന്നെ ഇത് സ്നേക്കാണ്, നമ്മുടെ റെഡ് സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇതിനകത്തൊരു പുതിയൊരു വെറൈറ്റിയുടെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഇതിലൊക്കെ എല്ലാം കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മുടെ ഹാഫ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ അടുത്ത് ഇവിടെയും കുറച്ച് കുഞ്ഞുങ്ങൾ പരിപാടീസാണ് കുഞ്ഞുങ്ങൾ. ഇതിലൊക്കെ കുഞ്ഞാണ്. ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗനാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള പർപ്പിൾ ബെറി ഡ്രാഗൻ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. പർപ്പിൾ ബെറി ഡ്രാഗൻ കണ്ടോ തിളങ്ങിക്കണം. അതിൻ്റെ കളർ ഈ ആൽഗെ വെള്ളത്തിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അത് നല്ല എപ്പോഴും മൂവ് ഉള്ള സാധനമാണ്. അത്യാവശ്യം ഇയർലി നല്ല കളറുണ്ട്. നല്ല കളർ ഇറങ്ങി പറഞ്ഞുണ്ട് എല്ലാം. കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കിടന്നതിന് ഇതിൽ തന്നെയാണ് എല്ലാ ഫിഷും കിടപ്പുള്ളത്. ഇതിൻ്റെ ഈ ആൽഗെ വാട്ടറിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ നമ്മളതിൽ അടുത്തുള്ള ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ഇവന്മാർ. കണ്ടോ ഇത് നമ്മളിലുള്ള ഇത് കുഞ്ഞായി. യെസ്, കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണി. അത്യാവശ്യം നിറച്ച് കുഞ്ഞ് കിടക്കണേട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കുഞ്ഞ് മാത്രമേ അവസാനം കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം ചത്തുപോയി. മെയിൻ വാങ്ങിച്ചത് മീൻ. ഇത് നമ്മുടെ ചില്ലി റെഡ് ബിഗ് ഗിയർ ആണ്. ചില്ലി റെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചില്ലി റെഡ്. അടുത്തുള്ളൊരു വെറൈറ്റിയാണ് ദേവന്മാർ. റെഡ് ടെക്സിലോ അല്ല, നമ്മുടെ സിൽവർ ആഡോ റെഡാണ്. സിൽവർ ആഡോയില റെഡുണ്ട്. പിന്നെ വേറെ കുറേ വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ബ്ലൂ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ റെഡ് ഉണ്ട്. ഇത് റെഡ് പിന്നെ ബ്ലൂ ഉണ്ട്. ഇതിലുള്ള മീൻ കാണാൻ പറ്റില്ല കാരണം അതിൻ്റെ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിലുള്ള ഒരു ബ്ലൂ ആണ്, ബ്ലൂ ടൈഗറാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫിഷ് ഉണ്ട് ഇതിനകത്ത്. അതിനെല്ലാം എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിനകത്തും അത്യാവശ്യം നമ്മുടെ മോസ്കോ ബ്ലൂ ആണുള്ളത്. പിന്നെ ഇതിലാണ് ഞാൻ പറഞ്ഞ ഫുൾ ബ്ലാക്ക് ഉള്ളത്. ഫുൾ ബ്ലാക്ക് ഇവിടെ എല്ലാം കുറേ വേറെ പേയേഴ്സ് ഉണ്ട്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇട്ട് കാണിക്കുക. ഇതാണ് നമ്മളിപ്പോൾ ഓഫറിനുള്ളതെന്ന് പറഞ്ഞത് ഫുൾ ബ്ലാക്ക് അതായി. പിന്നെ നമുക്ക് ഹാഫ് ബ്ലൂവും ബാക്കിയുള്ളതൊക്കെ ഇതിലാണ് കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊരു കാര്യമായാലും നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് എക്സാമ്പിളിൽ ഇതിൽ നല്ലൊരു ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എത്തിയതിന് ശേഷം ഉടനെ ഇപ്പോൾ നാളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് ഒന്നും ഒരിക്കലും കിട്ടില്ല. സപ്പോസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കണമെന്നില്ല. നമുക്കത് കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതുണ്ട്. ഇതാണ് നമ്മുടെ ഹാഫ് ബ്ലൂവിൻ്റെ ബാക്കി. പിന്നെ ഇത് ഞാൻ ഒരു വീഡിയോയിൽ അത്ര ഷെയർ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഇത് ബ്ലൂ ആണ്.
ബ്ലൂ സിൽവർ ആടാ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ബ്ലൂ സിൽവർ ആട എൻ്റെ കയ്യിലുണ്ടെന്ന്. ബ്ലൂ സിൽവർ ആട. പിന്നെ നമ്മളതിലുള്ള ഇതിനകത്തുള്ള ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്താണ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണിത്. കാരണം ഇവിടെ ഇതൊരു വൺ ഓഫ് എൻ്റെ ഫേവറേറ്റ് ഫിഷാണ്. കണ്ടാ ഇത് കുറേ കിടപ്പുണ്ട് ഇതിനകത്ത്, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമ്മളിൽ കുറച്ചുണ്ട്, ബ്ലൂ ഡയമണ്ട് ഉണ്ട്, അതെല്ലാം പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഇതുപോലെ കുറേ പൈസ ഇതിന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ക്യാഷ് എന്നുള്ള രീതിയിലല്ല, നമുക്ക് ആ ഫിഷ് നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് ആൾക്കാർ എത്തും. അപ്പോൾ നമ്മൾ ഈ കാണിച്ചതുപോലെ ഞാൻ ഈ പ്രിൻസിപ്പലിനാണ് ഞാൻ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗപ്പീസിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓർഡർ ചെയ്യുക 98 0 98 0 68 വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ.